ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ ഭീകരർക്കായുള്ള സുരക്ഷാ സേനയുടെ തെരച്ചിൽ പുരോഗമിക്കുന്നു. കെരാൻ സെക്ടറിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു എന്ന വാർത്തയുണ്ട്. കൂടുതൽ ഭീകരർ മേഖലയിൽ ഒളിച്ചിരിക്കുന്നതായി സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ജമ്മു കാശ്മീരിൽ നിന്ന് വരുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കുപ്വാരയിലെ കേരൻ സെക്ടറിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരവാദികളാണ് ഇപ്പോൾ സേനയുടെ പ്രത്യാക്രമണത്തിൽ 3 പേർ അവർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഇപ്പോൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ജമ്മുകാശ്മീരിന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നുഴഞ്ഞു കയറാനുള്ളതും ഉള്ള ശ്രമങ്ങളടക്കം ഈ ഭീകരവാദികൾ ശക്തമാക്കുന്നു എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ സൈനിക നടപടികൾ തുടരുന്നത്. കൂടുതൽ ഭീകരവാദികൾ ഈ മേഖലയിൽ ഉണ്ട് എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള തെരച്ചിലാണ് നടത്തി വരുന്നത്. ഇതുകൂടാതെ ജമ്മുകാശ്മീരിന്റെ ഏതാണ്ട് 3 ഇടങ്ങളിൽ ഇപ്പോൾ സേന ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഭീകരവാദികൾക്ക് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. രജൌരി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഈ തിരച്ചിൽ നടക്കുന്നത്. അവിടെയും ഭീകരവാദികളുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിൽ നടത്താനായി പോകുന്നത്. ഈ ജനവാസ മേഖലയിലാണ് പ്രധാനമായിട്ടും ഈ രജൌരി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഭീകരവാദികൾ എത്തുന്നത്. ജനവാസ മേഖലകളിൽ എത്തിയാൽ ജനങ്ങളെ ഒരു മറയാക്കി നിർത്തിക്കൊണ്ട് സൈന്യത്തിന് നേരെ നിറയൊഴിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവർ പല ഘട്ടങ്ങളിലും നടത്തുന്നത്. ഇത് നമുക്ക് പലപ്പോഴും നമ്മുടെ ചില സൈനികരുടെ വീരമൃത്യുവിന് പോലും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നിരീക്ഷണം ഇപ്പോൾ സേനയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈനിക നടപടികൾ നടക്കുന്നത്. ഈ കേരൻ സെക്ടറിൽ നടക്കുന്ന സൈനിക നടപടികളിൽ കൂടുതൽ ഭീകരവാദികൾ ആ മേഖലയിലുള്ളവരെ പിടികൂടാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് സേന ഉള്ളത്. ഇന്ന് മുതിർന്ന സേന അംഗങ്ങളുടെ ഒരു യോഗം ശ്രീനഗറിൽ നടക്കുന്നുണ്ട്. ജമ്മുകാശ്മീരിലെ സുരക്ഷാ സാഹചര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നടക്കാനായിട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ വിന്യാസങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. താങ്ക് യു, രാധാകൃഷ്ണൻ.